മലുക എഫ്സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ബ്ലാസ്റ്റേഴ്സ് ആരാധകരിൽ ചിലരെങ്കിലും ആഗ്രഹിച്ചൊരു തീരുമാനം ബ്ലാസ്റ്റേഴ്സ് പരിശീലകനായ ഇവാൻ ബുക്കാമാനോവിക്ക് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്ന രീതിയിലാണ് ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിൽ നിന്നും അറിയാൻ സാധിക്കുന്നത്. മറ്റൊന്നുമല്ല, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫസ്റ്റ് ചോയ്സ് ഗോൾ കീപ്പറായ സച്ചിൻ സുരേഷ് പരിക്കുപറ്റി പുറത്തേക്ക് പോയതിനു പിന്നാലെ കരൺജിത്ത് സിംഗ് ആയിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ വല കാത്തിട്ടുണ്ടായിരുന്നത്. കരൺജിത്ത് ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ടെങ്കിൽ പോലും ലാറ ശർമ്മയ്ക്കൊരു അവസരം നൽകണമെന്ന് ബ്ലാസ്റ്റേഴ്സ് ആരാധകരിൽ ചിലരെങ്കിലും കമന്റുമായി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് നോർത്ത് ഈസ്റ്റിനെതിരെ ലാറ ശർമ്മയ്ക്ക് അവസരം നൽകി. താരം മികച്ച രീതിയിൽ പെർഫോം ചെയ്തു. ഏതായാലും ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരത്തിലും ലാറ ശർമ്മ തന്നെയാകും ബ്ലാസ്റ്റേഴ്സിന് ഗോൾ വലയ്ക്ക് മുന്നിലുണ്ടാവുക എന്നാണ് ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിൽ നിന്നും അറിയാൻ സാധിക്കുന്നത്. മാത്രമല്ല, പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് ബ്ലാസ്റ്റേഴ്സ് യോഗ്യത നേടിയിട്ടുണ്ടെങ്കിൽ പോലും പ്ലേ ഓഫിലേക്കൊന്നും സച്ചിൻ തിരിച്ചു വരില്ല. പ്ലേ ഓഫിലും ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ വലയ്ക്ക് മുന്നിൽ ലാറ ശർമ്മയ്ക്ക് തന്നെയാണ് നറുക്ക് വീണിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ ഇനിയുള്ള മത്സരങ്ങളിലെല്ലാം ലാറ ശർമ്മയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ വല കാക്കുക എന്ന് ചുരുക്കം. ഏതായാലും ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് എടുത്ത ഈ ഒരു തീരുമാനത്തെ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു എന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. എന്നാൽ ഇതിലൊരു ചെറിയ രീതിയിൽ നിരാശ നൽകുന്നത് ബാംഗ്ലൂർ എഫ്സിയിൽ നിന്നും ലോണിലാണ് ലാറ ശർമ്മ കളിക്കുന്നത്. ഏതായാലും ബ്ലാസ്റ്റേഴ്സിന്റെ ഈ ഒരു സീസൺ കഴിഞ്ഞാൽ ലോൺ കാലാവധി കഴിയുകയും ചെയ്യും. ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് താരത്തെ നിലനിർത്തണോ അതോ ബ്ലാസ്റ്റേഴ്സ് വിട്ടുകൊടുക്കണോ എന്നും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.